ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ ടിപ്പ്, എടുത്തിരിക്കുന്ന കുപ്പിയുടെ അടപ്പ് ലൂസാണ്. അപ്പോൾ അങ്ങനെ ലൂസായി വന്നാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റബ്ബർ ബാൻഡ് ആ കുപ്പിയുടെ അടപ്പ് ഇടുന്ന ഭാഗത്തായിട്ട് ആ കുപ്പിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വലുതായതുകൊണ്ട് 2 മടക്കായിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുപ്പിയുടെ അടപ്പ് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ അവിടെ ടൈറ്റായിട്ടിരുന്നോളും. അതുമല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറെ മാർഗ്ഗമാണ്. ഞാനിപ്പോൾ ഇവിടെ ബലൂൺ എടുത്തിട്ടുണ്ട്. ആ ബലൂണിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബലൂണ് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ആ കുപ്പിയുടെ അടപ്പ് ഭാഗത്തോട്ട് ആ ബലൂണിൻ്റെ ആ വായുടെ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ അടപ്പ് അവിടെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ മുറിച്ച് മാറ്റി ബലൂണിൻ്റെ ബാക്കി ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസിൻ്റെ വായ് ഭാഗത്തോട്ട് ആ ബലൂൺ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു അടപ്പായിട്ട് തന്നെ അവിടെ ഇരിക്കുക. നമുക്ക് ഗ്ലാസ്സിനുള്ളിൽ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അതുപോലെ ആ ബലൂണ് വലിയ കുപ്പികൾക്കാണെങ്കിലും നമുക്ക് ഇവിടെ കാണിക്കുന്ന പോലെ ആ അടപ്പ് ഭാഗത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ അവിടെ ടൈറ്റായിട്ടിരുന്നോളും. അങ്ങനെ വരുമ്പോൾ ആ അടപ്പ് നല്ല ടൈറ്റായിട്ടിരിക്കുക, അകത്തോട്ട് എയറൊന്നും കയറത്തില്ല. അങ്ങനെ സാധനങ്ങളൊന്നും അഴുക്കാവുകയും ഒന്നും ചെയ്യത്തില്ല. ഈ ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. രണ്ടാമത്തെ റെസിപ്പിയാണ്. ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് വേണ്ടിയത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരുവിടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ഏലക്ക പിന്നെ പഞ്ചസാരയുടെ കൂട്ടത്തിൽ ഒന്ന് മിക്സർ ജാറിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് ചേർക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു പാൻ വെച്ച് ഗ്യാസ് ഓണാണ്. അത് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ആ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ഏത്തപ്പഴോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുഭാഗത്തായിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇടയ്ക്ക് ഏത്തപ്പഴം വെന്തോ മുട്ട വെന്തോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പം വെന്തിട്ടില്ല. അപ്പം വീണ്ടും അടച്ചു കൊടുത്ത് വേവിക്കുന്നുണ്ട്. നമ്മൾ നടുക്ക് വെച്ച് കൊടുത്ത ഏത്തപ്പഴം വെന്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ നിന്നും ആ മുട്ടയുടെ ഭാഗം ഒന്ന് മടക്കി ഫോൾഡ് ചെയ്ത് ഏത്തപ്പഴം കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിരിച്ചിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡിലൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ബ്ലൂബെറിയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഹണി ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്നാക്ക് ഐറ്റമായി. അങ്ങനെ അടിപൊളി ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് തന്നെ ഉപയോഗിക്കാം. അടുത്ത മൂന്നാമത്തെ ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
പൊടിച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ 1 ടീസ്പൂണ് ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് അത് ആ ഗോതമ്പ് പൊടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ ആ മിക്സഡ് ജാറിലോട്ട് 3-4 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് അതും ഈ ഗോതമ്പ് പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് അത് പൊങ്ങി വരുന്നതായിട്ട് കാണാം. അങ്ങനെ ആ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ പിന്നീട് എടുത്തിരിക്കുന്ന കുപ്പിയുടെ അടപ്പാണ്. ആ കുപ്പിയുടെ അടപ്പിലോട്ട് ഈ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 അടപ്പിൽ ഫില്ലാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് പൊടി ഉരുട്ടി ചെറിയ ഉരുളയാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. ആ ചിരട്ടയ്ക്കകത്തും നമ്മുടെ ആ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്ന പേപ്പറാണ്. ആ ചെറിയ ചെറിയ പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ ഈ മിക്സ്, അപ്പം മിക്സിനകത്തോട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കി കിട്ടിയിട്ട് അതാണ് ആ പേപ്പറിലോട്ട് തൂത്ത് കൊടുക്കുന്നത്. അതുപോലെ വീടിന് വെളിയിൽ മാളങ്ങളുള്ള സ്ഥലത്തൊക്കെ എലിയുടെ ശല്യം ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് ചിരട്ടയിൽ വേണം നമ്മളത് കൊണ്ടുവെക്കാനായിട്ട്. അതുപോലെ മാളത്തിനുള്ളോട്ട് നമ്മൾ കയ്യിലൊന്നും ഇടരുത്. അത് അടുത്ത് കൊണ്ടുവച്ചിട്ട് ഒരു കമ്പ് കുത്തി വേണം അങ്ങോട്ട് അകത്തോട്ടാക്കി വെക്കാനായിട്ട്. അങ്ങനെ ഒക്കെ കൊണ്ടുവച്ചാൽ എലികൾ വന്ന് കഴിക്കുകയും ഇത് കഴിക്കുന്നുണ്ട് പരവേശം എടുത്തിട്ട് ഇത് പിന്നീട് ആ സ്ഥലത്തു നിന്ന് തന്നെ ഓടിപ്പോവും, അല്ലെങ്കിൽ അത് പോകുന്ന വഴിയിൽ അത് പരവേശം എടുത്ത് ചത്തു പോവുകയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് എലികൾ വന്നു പോകുന്ന സ്ഥലത്തായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് അതേപോലെ വിറകുകളൊക്കെ കൂട്ടിയിട്ട് സ്ഥലത്തൊക്കെ എലിയുടെ ശല്യമുണ്ട്. അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എലികൾ വരുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവെക്കാം. അതേപോലെ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല്ലികൾക്കൊന്നും തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് അതിലോട്ട് ചെറിയ ചെറിയ പീസുകളാക്കി പേപ്പർ മുറിച്ചിട്ടിട്ട് അത് ചെറിയ ഉരുട്ടി അതെടുത്തിട്ട് നമുക്ക് പല്ലികളൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. വിൻഡോയുടെ സൈഡിലൊക്കെ ആയിരിക്കും പല്ലിയുടെ ശല്യമുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ഇതിൻ്റെ മണം അടിച്ചിട്ട് പല്ലികളൊന്നും അവിടോട്ട് വരികയും ചെയ്യത്തില്ല. ടിപ്പ്, ഇപ്പോൾ ഞാനിവിടെ പച്ചമുളക് എടുത്തു. അപ്പോൾ ആ ഗോതമ്പ് പൊടിയിലോട്ട് പേസ്റ്റാക്കി ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് കുഴച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചിലർക്ക് എപ്പോഴും ഇല്ല, ചില സമയത്ത് കൈ നീറ്റിലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ശകലം വിനീഗർ കയ്യിലോട്ടിട്ട് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ നീറ്റിലൊക്കെ മാറിക്കിട്ടും. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ വിളിച്ചത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.